നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയ വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. ബോട്ടം കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ്. നയൻ ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്, the moon, king of pentacles. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ കാർഡുകൾ ഒരു സങ്കീർണമായ എന്നാൽ വളരെ ശക്തമായ ഒരു ചിത്രമാണ് നൽകുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. എന്നാൽ നിലവിലെ ചില ബാഹ്യ സാഹചര്യങ്ങൾ അവരുടെ ചിന്തകളിൽ അല്പം സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട് എന്ന് നയൻ ഓഫ് സോർഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നു. നയൻ ഓഫ് സോർഡ്സ് ആൻഡ് ദ മൂൺ കാർഡ്, ഈ കാർഡുകൾ കാണിക്കുന്നത് ആ വ്യക്തി നിലവിൽ മാനസികമായ ചില പ്രയാസങ്ങളിലൂടെയോ അനിശ്ചിതത്വത്തിലൂടെയോ കടന്നു പോകുന്നു എന്നാണ്. ദൂരമോ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഹ്യ ഘടകങ്ങളോ അവരുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അമിതമായ ചിന്തകളും ആശങ്കകളുമുണ്ട് എന്നാണ് ഈ 2 കാർഡുകൾ പറയുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഈ റീഡിങ്ങിലെ ഏറ്റവും പോസിറ്റീവായ കാർഡുകളാണിത്. ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായാണ് കാണുന്നത്. നിങ്ങളെ ഒരു പങ്കാളിയായി കാണുന്നതിനുമപ്പുറം ജീവിതത്തിലെ അടിത്തറയായും സുരക്ഷിതത്വമായും അവർ കാണുന്നുണ്ട്. ടെമ്പറൻസ് കാർഡ് കാര്യങ്ങൾ ശരിയായ പാതയിലേക്ക് വരാൻ അല്പം സമയം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ അനുഭവപ്പെടുന്ന സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ക്ഷമയും സന്തുലിതാവസ്ഥയും ആവശ്യമാണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. കാർഡുകൾ പറയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമാണ് എന്നാണ്. ഈ റീഡിങ്ങിൽ ക്യൂൻ ഓഫ് വാൻഡ്സ് കാർഡും വന്നിട്ടുണ്ട്. ഈ കാർഡ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള നിങ്ങളുടെ ചിത്രമാണ് വ്യക്തമാക്കുന്നത്. നിങ്ങളെ വളരെ ആകർഷകത്വമുള്ള പോസിറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തിയായാണ് അവർ കാണുന്നത്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എപ്പോഴും ഒരു പ്രത്യേക ഉന്മേഷം നൽകുന്നുണ്ട്. ആ വ്യക്തിയുടെ കണ്ണിൽ നിങ്ങൾ അത്രമേൽ സ്പെഷ്യലാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് ഈ റീഡിങ്ങിൽ വരുന്നത് വളരെ മനോഹരമായ ഒരു പൂർണ്ണതയാണ് നൽകുന്നത്. അവർ നിങ്ങളെ കാണുന്നത് ഒരു പെർഫെക്റ്റ് മാച്ചായിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ സുരക്ഷിതത്വവും സാമ്പത്തികവും മാനസികവുമായ സ്ഥിരതയും നൽകാൻ കഴിയുന്ന ഒരാളാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു വികാരമല്ല അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളുമൊത്തുള്ള ജീവിതം വളരെ സുരക്ഷിതവും മാന്യവുമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ശക്തമായ ഉത്തരവാദിത്ത ബോധം അവരുടെ മനസ്സിലുണ്ട്. ക്യൂൻ ഓഫ് വാൻഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഈ 2 കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് വളരെ ശക്തമായ ഒരു പവർ കപ്പിൾ ഊർജ്ജമാണ് കാണിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിങ്ങളോടുള്ള സ്ഥാനം വളരെ ഭദ്രമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി അവർ നിങ്ങളെ കാണുന്നുണ്ട്. നിലവിൽ അനുഭവപ്പെടുന്ന മാനസികമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചല്ല, മറിച്ച് അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചാകാനാണ് സാധ്യത കൂടുതൽ. കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ക്ഷമയോടെയുള്ള സമീപനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.